അബുദാബിയിലെ എണ്ണ കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം. ഹബ്ഷാൻ ഗ്യാസ്, ബാബ് എണ്ണപ്പാടം എന്നിവിടങ്ങളിലേക്കാണ് ആക്രമണമുണ്ടായത്. എണ്ണ കേന്ദ്രങ്ങൾ അടച്ചു, ആർക്കും പരിക്കില്ല. ഷിനോജ് ഷംസുദ്ദീനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷിനോജ്, ഈ എണ്ണ കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് അബുദാബിയുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും? അതുപോലെ തന്നെ കയറ്റുമതി, അതെല്ലാം കാര്യമായി തന്നെ ബാധിക്കില്ലേ? അങ്ങനെയെങ്കിൽ ആഗോള എണ്ണ വിപണിയിലും അത് ഒരു ആഘാതമല്ലേ ഉണ്ടാക്കിയിരിക്കാൻ സാധ്യത? അതായത് ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളിലെ വാതക കേന്ദ്രങ്ങളിലേക്കൊക്കെ നടന്ന ആക്രമണങ്ങൾക്ക് പകരമായി ഗൾഫിലെ ഗ്യാസ് കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിടുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ അബുദാബിയിലെ ഹബ്ഷാൻ ഗ്യാസ് ഫീൽഡിലും അതേപോലെ തന്നെ ബാബ് ഫീൽഡിലുമൊക്കെ ആക്രമണം നടന്നിരിക്കുന്നത്. അവിടേക്കെത്തിയ മിസൈലുകൾ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നാണ് അബുദാബി മീഡിയ പറയുന്നത്. പക്ഷേ അതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് ഈ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടമുണ്ടായത്. അവിടെ ആർക്കും പരിക്കില്ല എന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ തൽക്കാലത്തേക്ക് ഈ കേന്ദ്രങ്ങൾ അടച്ചിരിക്കുകയാണ്. അഡ്നോക്കിന്റെ തന്നെ, അതായത് അബുദാബിക്ക് കീഴിലുള്ള എണ്ണ കമ്പനിയായ അഡ്നോക്കിന്റെ തന്നെ വിപുലമായ സൗകര്യങ്ങളുള്ള വലിയ ഉൽപാദനം നടക്കുന്ന 2 കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇത് അടുത്ത ദിവസങ്ങളിൽ ഈ ഗ്യാസ് വിതരണത്തെയോ അല്ലെങ്കിൽ എണ്ണ വിതരണത്തെയോ ബാധിക്കാൻ സാധ്യതയില്ല. കാരണം വലിയ റിസർവ് ഉള്ള രാജ്യം കൂടിയാണ് UAE. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലോ മറ്റോ ഇത് ഈ വിപണിയിൽ ബാധിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇത്തരം ആക്രമണം തുടരുകയും ഉൽപാദനത്തെയും വിതരണത്തെയും അത് ബാധിക്കുകയും ചെയ്താൽ വിപണിയിൽ അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ എണ്ണയ്ക്കോ അല്ലെങ്കിൽ പ്രകൃതിവാതകത്തിനോ ഗ്യാസ് സിലിണ്ടറിനോ മറ്റോ ക്ഷാമം അനുഭവപ്പെടുന്ന അവസ്ഥയില്ല. ഇത് ആവശ്യത്തിനധികം സ്റ്റോക്ക് ഉണ്ട് എന്നാണ് അധികൃതർ പ്രതികരിച്ചിട്ടുള്ളത്. ആരതി. ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.